ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് വീഡിയോ വീണ്ടും ഇട്ട് തുടങ്ങി. ഇന്നലെ രണ്ട് കളികളെ കുറിച്ച് 4 ടീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇഹ്സാൻ ഒരു 97 അടിച്ചു. ആദ്യത്തെ കളി ഇഹ്സാൻ ഫോം ഔട്ടായിരുന്നു. ആദ്യത്തെ കളി 10 റണ്ണിൽ താഴെ അടിച്ചുള്ളൂ. രണ്ടാമത്തെ കളിയിൽ 97 അടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ കാര്യം. ഇഹ്സാൻ നല്ല ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലെയറാണ്. അപ്പോൾ ഒരു കളി ഫോം ആയില്ലെങ്കിൽ അടുത്ത കളിയിൽ ടീമിൽ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കളിയിൽ ബിലാൽ ഹസൻ 90 വെച്ച് അടിച്ചു. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ യൂണിവേഴ്സൽ ക്യാപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കളികളെ കുറിച്ച് നോക്കാം. ഇന്ന് 4 കളികളാണ് ഉള്ളത് ECSൽ. ECSൻ്റെ മത്സരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ 2 ടീമുകൾ തമ്മിലുള്ള ആദ്യം MIB CJG, അങ്ങനെ ആ 2 ടീമുകളുടെ 2 മത്സരങ്ങളാണ് ആദ്യം ഉള്ളത്. 2:30-നും 4:30-നും ഈ ടീമുകളുടെയും, അതിനുശേഷം 6:30-നും 8:30-നും മറ്റ് ടീമുകളുടെയാണ് മത്സരങ്ങളുള്ളത്. അപ്പോൾ ആദ്യത്തെ മത്സരത്തിന് ഞാനൊരു ഡെമോ ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്നെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ല ടീമെന്ന് പറയാനായിട്ട് ഇതിൽ CJG എന്ന് പറയുന്നതിൽ മെയിനായിട്ടുള്ളൊരു ടോപ്പ് പ്ലെയറുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ആൾ കളിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഹംസ സലീംദാർ ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലെയറാണ്. ECSലെ ടോപ്പ് സ്കോററിൽ 2ാമത്തെ റാങ്കിലും, അതുപോലെ ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൽ 2ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓൾറൗണ്ടറാണ് ഹംസ സലീംദാർ. നിങ്ങളിപ്പോൾ കഴിഞ്ഞ കൊല്ലം അവസാനത്തെ മത്സരങ്ങളിലൊക്കെ കാണുകയാണെങ്കിൽ സ്പെയിന് വേണ്ടിയും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ടീമായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റേ ടീമാണ് കൂടുതലും ഏറ്റവും നല്ല പ്ലെയേഴ്സ് ഉള്ളത്. MIBയിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ബാറ്റിങ്ങും ബോളിങ്ങും അവരുടെ ഏകദേശം ഈക്വലായിട്ട് 11 പേരെ തന്നെ സെലക്ട് ചെയ്യാൻ പാടുപെടുന്ന ഒരു സ്ക്വാഡാണ് അവർക്കുള്ളത്. നമുക്കിതിൽ നോക്കിയാൽ തന്നെ അറിയാം അവരുടെ സ്ക്വാഡ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്ക്വാഡാണ്. അപ്പോൾ ഏകദേശം നല്ല പ്ലെയേഴ്സിന് നോക്കി ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിൽ CJG എന്ന് പറയുന്ന ടീമിൽ കാതലുന്യ ജഗ്വാറിൽ ഹംസ സലീംദാർ കളിക്കണില്ലെങ്കിൽ അവർ എന്തായാലും വളരെ മോശമായ ഒരു രീതിക്ക് തോക്കാനാണ് ചാൻസ്. കാരണം പിന്നെ ഒരു 2-3 പ്ലെയേഴ്സ് ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കണത്. എന്നാൽ മറ്റേ ടീമിൽ അത്യാവശ്യം കിട്ടില്ല പ്ലെയേഴ്സാണെല്ലാം. നല്ല രീതിക്ക് ഒരാൾ 2-3 പേര് ഫെയിലായാലും ബാക്കിയുള്ളവരെല്ലാവരും കളിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർ ഈസി ആയിട്ട് ജയിക്കാനാണ് ചാൻസ്. ഇനി ഈ ഹംസ സലീംദാർ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഒരു കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. നമുക്ക് അറിയാം ECCയിലെ ഏറ്റവും ടോപ്പ് സ്കോററാണ്. 194 റൺസൊക്കെ 10 ഓവറിൻ്റെ കളിയിൽ അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഹംസ സലീംദാർ. അപ്പോൾ അദ്ദേഹം കളിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തെ ക്യാപ്പും മീശയൊക്കെ വെച്ച് കൂടുതൽ ടീമുകൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ MIBനെ മാത്രം സപ്പോർട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ MIBയിലാണെങ്കിലും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നല്ല പ്ലെയേഴ്സിനെ. ഇതിൽ O അലി, അതുപോലെ തന്നെ അവരുടെ S ബാലു, N കുമാർ, പിന്നെ അത്യാവശ്യം മറ്റുള്ള പ്ലെയേഴ്സൊക്കെ ഇൻഡിവിജ്വലായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ്. എന്നാലും നമുക്ക് കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ക്യാപ്പും വീസിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സ് ഇതൊക്കെയാണ്. O അലി, അതുപോലെ നിതീഷ് കുമാർ, S ബാലു, ഹംസ സലീംദാർ. ഈ ഒരു 4 പ്ലെയേഴ്സായിരിക്കും നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവരെ വെച്ച് നിങ്ങൾ മറ്റുള്ള പ്ലെയേഴ്സിനൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. വേണമെങ്കിൽ ഹംസ സലീംദാർ കളിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലെയേഴ്സിനെ ക്യാപ്പാക്കിയിട്ട് ഹംസ സലീംദാറിനെ വീസി വെച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ച് നോക്കുക, സലീംദാറിനെ ക്യാപ്പ് വെച്ചിട്ട് മറ്റുള്ള പ്ലെയേഴ്സിനൊക്കെ വീസി വെച്ചിട്ട് ട്രൈ ചെയ്യാം. മറ്റുള്ള എല്ലാ പ്ലെയേഴ്സിനെ ട്രൈ ചെയ്തെങ്കിലും ഈ ഒരു 3 പ്ലെയേഴ്സിനെ എന്തായാലും ട്രൈ ചെയ്യാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഇനി അഥവാ ഈ ആദ്യത്തെ കളിയിൽ ഇവർ ഫെയിലായാൽ തന്നെ ഫെയിലായിട്ടുള്ള മാർക്ക് ചെയ്ത പ്ലെയേഴ്സിനൊക്കെ നിങ്ങൾ 2ാമത്തെ കളിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എന്തായാലും വരും. ഇതിൽ ഒരുവിധം ഇട്ടേക്കണ എല്ലാവരും നല്ല പ്ലെയേഴ്സാണ്. അതുപോലെ ഇനിയും പുറമെ ഇതിൽ 11 പേരെ കൂടാണ്ടുള്ള പ്ലെയേഴ്സും ഒരുപാട് പ്ലെയേഴ്സ് നല്ലതുണ്ട്. അത്യാവശ്യം നല്ല സ്ക്വാഡാണ് MIBയുടെ. അതിൽ നിന്ന് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വളരെ പാടാണ്. ഇപ്പോൾ ആരൊക്കെ കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല.
എന്തായാലും ലൈനപ്പ് വന്നതിന് ശേഷം നോക്കുക. ഞാനിന്ന് ഒരു ടീം ഇടുന്നുണ്ട്. എന്തായാലും നിങ്ങൾ 20 രൂപയുടെ കോൺടെസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമാണ്, അപ്പോൾ ചിലപ്പോൾ ഫെയിലായി എന്ന് വരാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ 20 രൂപയുടെ അധികം ഇൻവെസ്റ്റ് ചെയ്യരുത്. ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്ത് നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ട്രൈ ചെയ്യുക. 20 രൂപയുടെ കോൺടെസ്റ്റാണ് ഞാൻ പറയണത്. അതിൽ നോക്കാം. ഇന്നലെ നമ്മൾ ആ കോൺടെസ്റ്റ് ആദ്യത്തെ മാച്ചിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വിന്നായി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ക്വാഡിൻ്റെ കുറിച്ച് നോക്കണമെങ്കിൽ ഇതിലെടുത്ത് നോക്കിയാൽ അറിയാൻ കണ്ടോ, ഒരുപാട് നല്ല പ്ലേയേഴ്സ് MIBയിലുണ്ട്. അവരുടെ റെക്കോർഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഓരോ കൊല്ലം ഉള്ള പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു MIBയുടെ സ്ക്വാഡിൽ അത്യാവശ്യം നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒരു 11 എന്ന് പറയുന്നത് ആരൊക്കെ കളിക്കാനില്ല എന്ന് നമുക്കറിയില്ല. എന്തായാലും ലൈനപ്പ് വന്നതിന് ശേഷം കൂടുതൽ നോക്കാം. അതുപോലെ ഇവരുടെ ടീമിൽ അധികം പ്ലേയേഴ്സൊന്നുമില്ല. ഹംസ സലിംദാറിനെ സ്ക്വാഡിൽ ഇട്ടിട്ടില്ല, പക്ഷേ ഡ്രീം 11 അതിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കളിക്കും, ചിലപ്പോൾ കളിച്ചില്ലെന്ന് വരാം. ഹംസ സലിംദാർ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ MIBയുടെ പ്ലേയേഴ്സിന് തന്നെ സപ്പോർട്ട് ചെയ്തിടുക. വൺ സൈഡായിട്ടുള്ളൊരു വിൻ ഉറപ്പാണ്. അതുപോലെ രണ്ടാമത്തെ മത്സരം ഏതൊക്കെ ടീമുകളാണെന്ന് നോക്കാം. റോയൽ ബാഴ്സലോണ, പാക് ബാഴ്സലോണ, ഈ 2 ടീമുകൾ തമ്മിലുള്ള 6:30-ൻ്റെയും 8:30-നും ഈ ടീം തമ്മിലുള്ള മത്സരമാണ്. അതിൽ റോയൽ ബാഴ്സലോണ ജയിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. കാരണം അവർക്ക് അത്യാവശ്യം നല്ല സ്ക്വാഡാണ്. എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം ഓൾറൗണ്ടിങ് മികവിലുള്ള ടീമാണ്. അപ്പോൾ ഇതിലെന്തായാലും വൺ സൈഡായിട്ട് റോയൽ ബാഴ്സലോണ വിൻ ചെയ്യും. ഇപ്പോൾ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഇതിൽ ബ്ലാക്ക് കളറിലുള്ള RB, അതിലെല്ലാം നല്ല പ്ലേയേഴ്സാണ്. ഇതിൽ ആരൊക്കെ ക്യാപ്പും വീസിയും വെക്കുന്നൊക്കെ നമുക്ക് സംശയമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ മത്സരമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ മാത്രം വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതിൽ S അലി സയ്യിദ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്യാപ്പാണ്. ഈ S നസീർ എന്ന് പറയുന്ന പ്ലെയർ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള നല്ല കിടിലൻ ഒരു ബാറ്റ്സ്മാനാണ്, ടോപ്പ് ഓർഡറാണ്. അപ്പോൾ ഒരു 100 റണ്ണൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 മത്സരത്തിലും ഒരാളെ തന്നെ ട്രൈ ചെയ്യാം. ഇതിൽ ആദ്യത്തെ മത്സരത്തിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻക്വൈസറൊക്കെ ഹാഷിം, ഇതൊക്കെ നല്ല പ്ലേയേഴ്സ് തന്നെയാണ്. അബിദ് അലി സെലക്ഷൻ കുറവാണ്. അബിദ് അലി പക്ഷേ നല്ലൊരു പ്ലെയറാണ്, ഓൾറൗണ്ടറാണ്. 1% സെലക്ഷനുള്ളൂ. നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അബിദ് അലീനെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ബോളർമാർ ഇവരുടെയിലാണെങ്കിൽ PKBയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്, 6 അതുപോലെ സർവാർ അത്യാവശ്യം നല്ല ബാറ്റ്സ്മാൻമാരാണ്. അവരെ 2 പേരെയാണ് ഞാൻ ടീമിൽ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കാം. ലൈനപ്പ് വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളുടെ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ടീം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷോർട്സ് പോലത്തെ ചിലപ്പോൾ വീഡിയോ റെഡിയാക്കിയിട്ട് ചിലപ്പോൾ ടെലഗ്രാമിൽ യൂട്യൂബിലിടാണെങ്കിൽ ടെലഗ്രാമിൽ ലിങ്ക് ഇടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടീം സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഈ പ്ലേയേഴ്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തൊട്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ അധികം പേരൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ആദ്യം കുറേ പേരുണ്ടായിരുന്നു, കുറേ പേരൊക്കെ കളി നിർത്തിയവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളായിരുന്നു പറഞ്ഞതൊക്കെ, ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും പ്രോഫിറ്റ് കിട്ടാനുള്ള ഐഡിയകൾ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.